ഇന്നലെ ഈ ഗൗരീശപട്ടം തേക്കമൂട് പ്രദേശത്താണ് ഏകദേശം 300ഓളം വീടുകളിൽ ഈ ആമഴിഞ്ചാൻ തോട് നിറങ്ങി ഒഴുകിയതിനെ തുടർന്ന് വെള്ളം കയറിയത്. ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇന്നലെ ഏകദേശം അരയോളം വെള്ളം എല്ലാ വീടുകളിലും കയറിയ ഒരു സ്ഥിതിയിലായിരുന്നു. ഇന്നിപ്പോൾ രാത്രിയോടുകൂടി തന്നെ ആ വെള്ളമൊക്കെ തന്നെ ഇറങ്ങിയിരുന്നെങ്കിലും ഇവരിപ്പോൾ ഈ വീടൊക്കെ തന്നെ വൃത്തിയാക്കുന്ന ഒരു പരിപാടിയിലാണ്. ഇന്നലെ രാത്രി ഇവരെല്ലാം ഈ കുന്നുകുഴി സ്കൂളിലായിരുന്നു ഇവരെല്ലാം താമസിച്ചിരുന്നത്. ചേച്ചി, ഇന്നലെ എങ്ങനെയായിരുന്നു? നിങ്ങൾ എപ്പോഴാണ് ഇവിടെ വെള്ളം കയറി തുടങ്ങിയത്? 2 മണിയായപ്പം തുടങ്ങി. 2 മണിയായി ഒരു 2:30 ആയപ്പം വെള്ളം അകത്തൊക്കെ കയറി തുടങ്ങി. പിന്നെ എല്ലാവരും റോട്ടിൽ കയറി. 3-3:30 ആയപ്പം സ്കൂളിൽ പോയി. സ്കൂളിൽ കുന്നുകുഴി സ്കൂളിലായിരുന്നു താമസം. ഈ വീടെല്ലാം ചെളിയൊക്കെ തന്നെ വൃത്തിയാക്കി എങ്ങനെയാണ് എപ്പോഴായിരുന്നു വൃത്തിയാക്കണവര്? ഞങ്ങളിപ്പം വന്ന് രാത്രി വൃത്തിയാക്കിയവരുണ്ട്, ഞങ്ങളിപ്പം വന്ന് വൃത്തിയാക്കുന്നവരുണ്ട്. ഇത് സ്ഥിരം ഇവിടെ എങ്ങനെയാണല്ലോ ഈ ഇതായിരുന്നു. ഇപ്പം പിന്നെ കുറച്ച് കുറവുണ്ടെന്ന് വെച്ചാൽ തോട് വൃത്തിയാക്കിക്കൊണ്ട് വരെയാണ്. മഴ ആയതുകൊണ്ട് അവര് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലായിടവും വൃത്തിയാക്കിക്കൊണ്ട് വരെയാണ്. മോത്തി, ഈ മേഖല എന്ന് പറയുന്നത് ഈ പട്ടം ഗൗരീശപട്ടം മേഖല എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്ഥിരമായി മഴയത്ത് വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ്. ഈ ആമഴിഞ്ചൻ തോട്, ഇത്തരത്തിൽ ആമഴിഞ്ചൻ തോട്ടിലെ മാലിന്യങ്ങളൊക്കെ തന്നെ കെട്ടിക്കിടക്കുന്നത് കാരണമാണ് ഈ സമീപത്തുള്ള വീടുകളിലേക്കൊക്കെ തന്നെ എപ്പോഴും വെള്ളം കയറുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഇവിടുത്തെ മാത്രം സ്ഥിതിയല്ല. ഈ ആമഴിഞ്ചൻ തോട് നിറഞ്ഞൊഴുകുന്ന എല്ലാ പ്രദേശങ്ങളിലും ഇതുപോലെ തന്നെ എല്ലായ്പ്പോഴും വെള്ളം കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്തൊരു മഴക്കാലത്ത് ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം തിരുവനന്തപുരത്ത് അത്ര വലിയൊരു മഴ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്തൊരു മഴക്കാലം എത്തുന്നതിന് മുമ്പെങ്കിലും ഈ ഒരു തിരുവനന്തപുരം മേഖലയിലുള്ള ആമഴിഞ്ചാൻ തോടും കിള്ളിയാറും ഒക്കെ തന്നെ മതിയായ രീതിയിൽ വൃത്തിയാക്കിയാൽ മാത്രമേ ഇവിടെ ഈ പെട്ടെന്നുണ്ടാകുന്ന ഒരു വെള്ളക്കെട്ട് മാറുകയുള്ളൂ. ഇന്നലെ നമ്മൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൽ റെയിൽവേ സ്റ്റേഷന് സമീപത്തൊക്കെ തന്നെ ഇന്നലെ 3:30 വലിയൊരു വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. പക്ഷേ ഈ കോർപ്പറേഷന്റെ ജീവനക്കാരെത്തി കൃത്യമായ സീവേജ് ഒക്കെ ഈ മാൻഹോളൊക്കെ തന്നെ മൂടിക്കിടന്ന മാലിന്യങ്ങളൊക്കെ മാറ്റിയപ്പോൾ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് ആ ഒരു മുട്ടോളം ഉണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചതാണ്. അതുപോലെ തന്നെയാണ് മറ്റുള്ള സ്ഥലങ്ങളിലെ സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ ഓടകളും ഈ ആറും ഒക്കെ തന്നെ മതിയായ രീതിയിൽ വൃത്തിയാക്കി കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരം നഗരത്തിൽ ഇത്തരത്തിലുള്ള പെട്ടെന്നുണ്ടാകുന്ന വെള്ളക്കെട്ടുകളൊക്കെ തന്നെ മാറ്റാൻ സാധിക്കും. പിന്നീട് ഉണ്ടായിരുന്നത് വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവിലും സമാന രീതിയിൽ പലയിടത്തും വെള്ളക്കെട്ട് ഇന്നലെ രൂപപ്പെട്ടിരുന്നു. അതും ഇതുപോലെ തന്നെയാണ്. അവിടെയും ഈ ഓടകളൊക്കെ തന്നെ മൂടിയ അവസ്ഥയിലാണ്. ഇത്തരത്തിൽ റോഡുകളിലേക്കും സമീപത്തുള്ള വീടുകളിലേക്കും കടകളിലേക്കും ഒക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളം കയറിയത്. എന്തായാലും അവിടെയും ഇന്നലെ ഈ ഓടകളൊക്കെ തന്നെ ഈ പല വീടുകളുടെയും മതിലൊക്കെ പൊളിച്ചിട്ടാണ് പിന്നെ വീടുകളുടെ പിന്നാലെയുള്ള ഈ തോട്ടിലേക്കൊക്കെ തന്നെ വെള്ളം തുറന്നു വിട്ടത്. അത്തരത്തിൽ ഈ മതിയായ നമുക്ക് ഈ വെള്ളത്തിന് സ്വാഭാവികമായ ഒഴുക്കിന് തടസ്സമുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി ജിബിൻ, ഏതായാലും തിരുവനന്തപുരത്ത് ഒരുപാട് കൃഷിനാശവും ഉണ്ടായിട്ടുണ്ടാവണം. അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ എവിടെയെങ്കിലും ഒക്കെ തുറന്നിട്ടുണ്ടോ? മോത്തി, തിരുവനന്തപുരത്ത് നിലവിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിരിക്കുന്നത് ഈ ഗൗരീശപട്ടത്തിന് സമീപത്തായി കുന്നുകുഴി സ്കൂളിലാണ്. ഇവിടെയാണ് ഇന്നലെ ഈ 300ഓളം വീടുകളിൽ വെള്ളം കയറിയത്. അപ്പോൾ തന്നെ ഈ വെള്ളം കയറിയ സമയത്ത് തന്നെ ഡെപ്യൂട്ടി മേയറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തുകയും ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ തന്നെ അപ്പോൾ തന്നെ ഈ സമീപത്തുള്ള കുന്നുകുഴി സ്കൂളിലേക്ക് ക്യാമ്പ് തുറന്ന് അവിടേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ അവർ ചെയ്തിരുന്നു. പക്ഷേ വൈകുന്നേരത്തോടു കൂടി പോലും ഈ പലരും അവരുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ തന്നെ ഉപേക്ഷിച്ച് ഈ ക്യാമ്പുകളിലേക്ക് പോകാൻ തയ്യാറായിരുന്നില്ല. അവരും ഈ ഒരു 5 മണിയോടുകൂടി വീടുകളിലേക്കൊക്കെ തന്നെ പൂർണ്ണമായ രീതിയിൽ വെള്ളം കയറി തുടങ്ങിയതിന് ശേഷമാണ് ഇവർ ഈ ക്യാമ്പുകളിലേക്ക് പോകാൻ തയ്യാറായത് തന്നെ. ഈ കൃഷിനാശം വലിയ രീതിയിൽ തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ട്. കാട്ടാക്കട മേഖലകളിൽ അതുപോലെ തന്നെ പാറശാല മേഖലയിലൊക്കെ തന്നെ വലിയ രീതിയിൽ വാഴകൃഷിയും നെൽകൃഷിയും ഒക്കെ തന്നെ ഈ വെള്ളത്തിൽ പെട്ടെന്നുണ്ടായി വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് വരികയാണെന്നുണ്ടെങ്കിൽ കാട്ടാക്കട മേഖലയിൽ നിരവധിയായ കോഴി ഫാമുകൾ തകർന്നു. ഒരു കർഷകന്റെ മാത്രം 2000-ലധികം കോഴിക്കുഞ്ഞുങ്ങളാണ് ഇന്നലെ ഈ ഒരു വെള്ളപ്പൊക്കത്തിൽ നഷ്ടമായത്. പിന്നീട് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി വെങ്ങാനൂരും ഒരു കോഴി ഫാം പൂർണ്ണമായി തകർന്നു. അവിടെ ഉണ്ടായിരുന്ന കോഴിക്കുഞ്ഞുങ്ങളും എല്ലാം ചത്തുപോകുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. അത്തരത്തിൽ തിരുവനന്തപുരത്ത് ഈ അപ്രതീക്ഷിതമായി ഇത്രയും വലിയൊരു വേനൽ മഴ, ഇത്രയും കാലവർഷം പോലും എത്തിയിട്ടില്ല. കാലവർഷം ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് കാലവർഷം എത്തുമെന്ന് പറയുന്നത്. അതിനു മുമ്പ് തന്നെ ഈ വേനൽ മഴയിലാണ് ഇത്രയും വലിയൊരു കൃഷിനാശവും അതുപോലെ തന്നെ ഈ വെള്ളപ്പൊക്കവും ഒക്കെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഓറഞ്ച് അലർട്ടാണ് ജില്ലയിലുള്ളതെങ്കിൽ പോലും ഇന്നലെ വൈകുന്നേരത്തിന് രാത്രിക്ക് ശേഷം തിരുവനന്തപുരത്ത് മഴ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അത്തരത്തിലൊരു മഴ ഇന്നലെ രാത്രി കൂടി തിരുവനന്തപുരത്ത് പെയ്തിരുന്നു എങ്കിൽ ഈ ആമഴിഞ്ചാൻ തോടും കിള്ളിയാറും ഒക്കെ തന്നെ നിറഞ്ഞൊഴുകുന്ന ആ ഒരു അവസ്ഥയിൽ ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ തിരുവനന്തപുരം നഗരം മുഴുവനായി തന്നെ ഒരു വെള്ളക്കെട്ടുണ്ടാകുന്ന അവസ്ഥ ഉണ്ടായേനെ. പക്ഷേ ഇന്നലെ രാത്രി മഴ ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ ഇപ്പോൾ മാനം തെളിഞ്ഞു നിൽക്കുകയാണ്. അത് വലിയൊരു ആശ്വാസമാണ് തിരുവനന്തപുരത്തെ ജനതയ്ക്കുള്ളത്. ശരി ജിബിൻ, എന്നാലും ഓറഞ്ച് അലർട്ടാണ്. ജില്ലയിലുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക.